ഇന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ. അപ്പോൾ നമ്മുടെ തം ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് കേട്ടോ ഡിസൈൻ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഇതേപോലെ സ്പൈറൽ വരക്കുക, എന്നിട്ട് അതിന് ചുറ്റും ഇതേപോലെ ഹംസ് വരക്കുക കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ ഇപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട് വീണ്ടും ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബാക്കി വരുന്ന ഫിംഗറിൻ്റെ ആ ഒരു സ്പേക്സിക്ക് ഇതേപോലെയുള്ള ഗിഡ്സ് വരച്ചു. ശേഷം ഈ ലൈൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഓരോ ഭാഗമില്ലേ, അവിടെ ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴെ ഈ രണ്ട് ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ചൂണ്ടുവിരലിന്റെ ആ ഒരു ഭാഗം എത്തുന്ന വരെ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ മേലക്കായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഇടയിലൊക്കെ വരുന്ന ഗ്യാപ്പിൽ ഇതേപോലെ വീണ്ടും ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഓരോ ഗ്യാപ്സിലും ലീവ്സ് വരച്ചു കൊടുക്കുക. പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന ഓരോ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഫിംഗറിന്റെ അവിടെ വീണ്ടും ഹംസ് വരക്കാനുള്ള ഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പേസിലും കൂടെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ചൂണ്ടുവിരലിക്ക് ഇതേപോലെ നമ്മൾ മറ്റേ ഫിംഗറിൽ വരച്ച് അതേ ഗ്രിഡ്സ് ഇവിടെയും വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ഫിംഗറിൽ ഇതേപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലവർ ഇങ്ങനെ അടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസിൽ ഇതേപോലെ നമ്മൾ മറ്റേ ഫിംഗേഴ്സിൽ കൊടുത്തിട്ടുള്ള അതേ ഗ്രിഡ്സ് ഈ ഒരു ഫിംഗറിൻ്റെ ഉള്ളിലും വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഹംസ് വെച്ചിട്ടുള്ള ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതേപോലെ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയ ഫിംഗറിൻ്റെ കുറച്ച് താഴെ ഭാഗത്തു നിന്ന് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ മേലക്കാക്കിയിട്ട് നമ്മൾ മറ്റേ സൈഡിൽ ചെയ്ത പോലെ വരച്ചു കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ മറ്റേ ഫിംഗേഴ്സിൽ വരച്ചിട്ടുള്ള അതേ ഗ്രിഡ്സ് തന്നെ ഈ ഒരു ഫിംഗറിലും വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഹംസിന്റെ ഒക്കെ ഇടയിൽ വരുന്ന ഓരോ ഗ്യാപ്പിൽ ഇതേപോലെ ലീവ്സും ഡോട്ട്സും ആഡ് ചെയ്തിട്ട് ഒരു ഡിസൈനിന്റെ ലുക്ക് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിന്റെ ഫൈനൽ ഔട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്.